നമ്മളൊരു ജനകീയ വിഷയത്തിലേക്ക് ഇനി കടക്കുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ വീട്ടമ്മയെ കാട്ടുപോത്ത് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചു എന്ന വാർത്ത വരുന്നു. കാട്ടുപോത്തിനെ തുരത്താനുള്ള നടപടികൾ നാളെ തുടങ്ങും എന്ന വനം വകുപ്പ് അധികൃതർ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ വിജയനുണ്ട് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, എന്താണ് വനം വകുപ്പ് നൽകിയിരിക്കുന്ന ഉറപ്പ്? രാഹുൽ, ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോട്ടയം ഡിഎഫ്ഒ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ വണ്ടിപ്പെരിയാർ മേഖലയിൽ ഇറങ്ങിയിരിക്കുന്ന അക്രമകാരിയായ കാട്ടുപോത്തിനെ തുരത്തുന്നതിനുള്ള നടപടി നാളെ തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിക്കുന്നുണ്ട്. 2 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും ഈ കാട്ടുപോത്തിനെ തുരത്താൻ വേണ്ടിയുള്ള നടപടി ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. ഇതിനെ വനമേഖലയിലേക്ക് ആദ്യം തുരത്താനുള്ള ശ്രമം നടത്തും. പിന്നെയും അത് ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ തോട്ടം മേഖലയിൽ തന്നെ തുടരുകയാണ് എങ്കിൽ അതിനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ചൊവ്വാഴ്ച കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്റ്റെല്ലയുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും വനംവകുപ്പ് ഏറ്റെടുക്കുമെന്നും അത് ഉടൻ തന്നെ കൈമാറുമെന്നുള്ള ഉറപ്പുകൂടി ഈ ഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊക്കെ സമ്മതിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ ഒരു ധാരണയായതുകൊണ്ടാണ് ഇന്ന് ഈ വണ്ടിപ്പെരിയാർ 66-ാം മൈലിൽ തുടങ്ങിയ നിരാഹാര സമരം അവസാനിപ്പിക്കാൻ എന്തായാലും തീരുമാനമായിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ കാട്ടുപോത്ത് ഈ തോട്ടമേഖലയിൽ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുമുണ്ട്. രാഹുൽ വിജയനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് കട്ടപ്പനയിൽ നിന്ന്.